എൻ മനമേ സ്തുതിക്ക നിന്നാഥനേ, എന്നുള്ളമേ വാഴ്ത്തുക നന്ദിയാ. അവൻ ദേവാധിദേവൻ കർത്താധികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവൻ ദേവാധിദേവൻ കർത്താധികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 19 അധ്യായം 12 വാക്യം. അവന്റെ പടക്കൂട്ടങ്ങൾ ഒന്നിച്ചു വരുന്നു, അവരെന്റെ നേരെ തങ്ങളുടെ വഴി നിരത്തുന്നു, എന്റെ കൂടാരത്തിൽ ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്നു എന്ന വചനമാണ്. ഭക്തന്മാരുടെ ഭവനത്തിനു ചുറ്റും പാളയമിറങ്ങി അവരെ നശിപ്പിച്ചു കളയുമെന്ന് പറയുന്ന ശത്രു സൈന്യത്തിൻ്റെ കൈകളിൽ നിന്ന് ഭക്തനെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ സന്ദേശത്തിൽ വ്യക്തമാക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാജാക്കന്മാർക്ക് എഴുതിയ 2 പുസ്തകം 6 അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാൽ, ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ നശിപ്പിക്കേണ്ടതിന് ആരാം രാജാവ് പദ്ധതികൾ ആസൂത്രണം ചെയ്തു. എന്നാൽ ആ തന്ത്രങ്ങൾക്കകത്തൊന്നും ഇസ്രായേലിനെ വകവരുത്തുവാൻ കഴിയാതെ വന്നപ്പോൾ ആരാം രാജാവ് കൃത്യമായി ഓർപ്പിക്കുന്നു, നമ്മുടെ പാളയത്തിനകത്ത് ഇസ്രായേലിനോട് കൂറുള്ളവരുണ്ടെന്ന് പറയുമ്പോൾ ജനം പറയുന്നു, അങ്ങനെ അല്ല രാജാവേ, ഇസ്രായേലിൽ ഏലീശ എന്നൊരു പ്രവാചകനുണ്ട്, നാം ഇവിടെ ചിന്തിക്കുന്നതൊക്കെ തനിക്ക് വെളിപ്പാടിൽ കാണാൻ കഴിയുമെന്ന് പറയുകയാണ്. അങ്ങനെ ഏലീശയെ കൊന്നൊടുക്കേണ്ടതിന് ആരാം രാജാവ് ഒരു സൈന്യത്തെ പറഞ്ഞയക്കുകയാണ്. ഒരു രാത്രിയിൽ ആരാം രാജാവ് പറഞ്ഞു വിട്ടിരിക്കുന്ന ശത്രു സൈന്യം ഏലീശയും തൻ്റെ ബാല്യക്കാരനും താമസിക്കുന്ന കൂടാരത്തിനു ചുറ്റും പാളയമിറങ്ങി. 14-15 അധ്യായത്തിൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ ബാല്യക്കാരൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ട കാഴ്ച ശത്രു സൈന്യം പാളയമിറങ്ങിയിരിക്കുന്ന കാഴ്ചയായിരുന്നു. താൻ ഓടി അകത്തേക്ക് ചെന്ന് പ്രവാചകനോട് കാര്യം ബോധിപ്പിച്ചു. ആ ബാല്യക്കാരൻ്റെ കണ്ണിൽ കരം വെച്ച് പ്രവാചകൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ താനൊരു കാഴ്ച കണ്ടു. ബാല്യക്കാരൻ്റെ കണ്ണു തുറന്നു. ഏലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ആ കാഴ്ച തന്നെ അത്ഭുതപ്പെടുത്തി, തന്നെ ധൈര്യപ്പെടുത്തി, തന്നെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഇടയായി. ഭവനത്തിനു ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന ആരാം സൈന്യത്തിന് ഏലീശയോ തൻ്റെ കൂടെയുള്ള ബാല്യക്കാരനെയോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പാളയമിറങ്ങിയിരിക്കുന്ന ശത്രു സൈന്യത്തെ മറ്റൊരു പട്ടണത്തിലേക്ക് കൊണ്ടുപോകുന്നതും കാണുകയാണ്. ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ എന്താണ് ഓർപ്പിക്കുന്നത്? ഒരു ഭക്തന് ചുറ്റും ശത്രു പാളയമിറങ്ങിയാലും ആ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന, വീണ്ടെടുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വ്യക്തമാക്കുകയാണ്. ഭക്തന്മാരെ സൂക്ഷിക്കുന്ന ദൈവം, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴുമെങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ലെന്നുള്ള ആ വചനം. ഈ സന്ദർഭത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ ഇല്ലായ്മ ചെയ്തു കളയുമെന്നും നമ്മെ മുടിച്ചു കളയുമെന്നും പറഞ്ഞ് നമ്മുടെ ഭവനത്തിനു ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന ശത്രു സൈന്യത്തിന്റെ കയ്യിൽ നിന്ന് ഏലീശയെ വിടുവിച്ച ദൈവം, ദാവീദിനെ വിടുവിച്ച ദൈവം, ദാനിയേലിനെ വിടുവിച്ച ദൈവം എന്നെയും നിങ്ങളെയും വിടുവിപ്പാൻ ശക്തിയുള്ള ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട്
ശത്രു സൈന്യത്തെ കണ്ട് ഭയപ്പെടുകയല്ല, കൂടെ നിൽക്കുന്ന ദൈവത്തെ കണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ശക്തമായ കാറ്റടിക്കുമ്പോഴും രക്ഷകനായി ക്രിസ്തുവിനെ കണ്ട പത്രോസ് ആർത്തിരമ്പുന്ന ഓളങ്ങൾക്ക് നടുവിലൂടെ നടന്നു നീങ്ങി. എന്നാൽ ഓളം കണ്ട് ഭയപ്പെട്ട പത്രോസിനെ പോലെയല്ല, ശത്രു സൈന്യത്തെ കണ്ട് ഭയപ്പെടുന്നവരായല്ല, ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന സർവശക്തിയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം കണ്ട് സന്തോഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.